എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ഡിലീഷൻ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബർ 1 തീയതി വരെയായിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി നേരത്തെ കൊടുത്ത കോളേജ് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നത്. സോ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇതിൽ പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 25 തീയതിയാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യേണ്ടതുമായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 1 തീയതി വരെ ആയിരുന്നു. സോ അത് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് എന്താണ്? സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നവംബർ 5 തീയതി പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതും തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യേണ്ടതുമായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് നവംബർ 7 തീയതിയാണ്. തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് നവംബർ 10 തീയതി ആയിരിക്കും. അതിൻ്റെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 12 തീയതി ആയിരിക്കും. സോ അതോടുകൂടി തന്നെ മെയിൻ അലോട്ട്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ കാൻഡിഡേറ്റ്സും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡിലും കിട്ടിയ എല്ലാ സ്റ്റുഡൻസും കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ 14 തീയതിയാണ്. സോ എല്ലാവരും അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും തന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വേക്കൻറ്റ് സീറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. കോളേജിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ജോയിൻ ചെയ്യേണ്ടത്. കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോസ്പെക്ടസിൽ ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നും. ഇനി അടുത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആണ് വരാൻ പോകുന്നത്. സോ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടോക്കൺ ഫീസ് അടയ്ക്കണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീസ് അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ അടച്ചാൽ മതിയാവും. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണോ ലോഗിൻ ചെയ്ത് നോക്കിയത് അതേപോലെ തന്നെ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.